വില്ലൻ സിനിമ ഇന്ന് റിലീസാണ്. എനിക്ക് തോന്നുന്നു സന്തോഷം, ലോകം തന്നെ കാത്തിരുന്ന, എത്രയേറെ കാത്തിരുന്ന ഒരു സിനിമയുണ്ടോ എന്ന് സംശയമാണ്. അത്രയേറെ കാത്തിരിപ്പായിരുന്നു എമ്പുരാന്. ആരാണ് ആ പുറംതിരിഞ്ഞു നിൽക്കുന്ന വില്ലൻ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കരമായ കാത്തിരിപ്പ്. സിനിമ ഫസ്റ്റ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഫസ്റ്റ് ഷോ അവസാനിക്കും. അമൽനാഥ് പാടിച്ചാൽ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അമലെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അമലെ, ഫസ്റ്റ് ഷോ ഫസ്റ്റ് ദിവസം തന്നെ കാണാതിരുന്നതിന്റെ സങ്കടമൊക്കെ ആ മുഖത്തുനിന്ന് ഞങ്ങൾ വായിച്ചെടുക്കുന്നുണ്ട്. ആരാണ് വില്ലൻ എന്ന് മിണ്ടരുത്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ടാകും, അതൊക്കെ റിവീൽ ആയിട്ടുണ്ടാവും, പക്ഷെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. ഏത് രീതിയിലാണ് ഫാൻസിന്റെ ഒക്കെ അഭിപ്രായം? ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നോ സിനിമ? എങ്ങനെയാണ് പ്രതികരണങ്ങളൊക്കെ വരുന്നത്? വിജിഷ, ടിക്കറ്റ് കിട്ടാത്തതിൻ്റെ വലിയൊരു നിരാശയുണ്ട്. ഏതായാലും എന്ത് തന്നെയായാലും നിലവിലിപ്പോൾ ഇവിടെ ഫസ്റ്റ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു അരമണിക്കൂർ മാത്രമേ ഉള്ളൂ. 6 മണിക്കാണ് ഷോ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. 9 മണിയോടുകൂടി ഫസ്റ്റ് ഷോ കംപ്ലീറ്റ് ആവും. അതോടൊപ്പം തന്നെ ഇപ്പോൾ വിജിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹാഫ് ടൈമിൻ്റെ സമയത്ത് ആ ഒരു സിനിമയുടെ ആദ്യ പകുതിയുടെ ഏകദേശം എങ്ങനെയാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ ലഭിച്ചിരുന്നു. ഇവിടെ ആരാധകർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പൃഥ്വിരാജ് മലയാള സിനിമയിൽ ഒരു കസേരയിട്ടങ്ങ് ഇരുന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അത്തരത്തിൽ വേരുറപ്പിച്ചു കഴിഞ്ഞ ഒരു ഡയറക്ടർ എന്ന രീതിയിലാണ് ആരാധകരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിൽ അവരെന്താണോ പ്രതീക്ഷിച്ചത്, എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണോ ഈ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്, ആ ഒരു പ്രതീക്ഷയ്ക്ക് ഒത്തൊരു സിനിമ തന്നെയാണ് ഈ എമ്പുരാൻ എന്ന രീതിയിൽ തന്നെയാണ് ആരാധകർ സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഷോ 9:50 ആ ഷോയ്ക്ക് വേണ്ടി എത്തിയവരാണ് ഇപ്പോൾ എനിക്ക് ചുറ്റും ഇവിടെയുള്ളത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം. എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഈ സിനിമയെ കാണുന്നത്? നല്ല പ്രതീക്ഷയുണ്ട്. നമുക്ക് ലാൽ സാറിനെ പോലെ ഒരു പടം എന്ന് പറയുമ്പോൾ തിയേറ്റർ മൊത്തം നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാനിതുവരെ പോയ പടങ്ങൾക്ക് വെച്ച് നോക്കുമ്പോൾ ലാലേട്ടൻ്റെ പടങ്ങൾ എന്താ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ വല്ലാത്തൊരു ഗുംസ് തന്നെയാണ്, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാതെ. അതുകൊണ്ടാണ് ഫസ്റ്റ് ഷോ ആയിട്ട് തന്നെ നമ്മളൊരു 2 മണിക്കൂർ മുന്നേ വന്ന് തിയേറ്ററിൽ വെയിറ്റ് ചെയ്യുന്നത്. നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായോ? ടിക്കറ്റ് കിട്ടാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടി. നമ്മൾ ഈ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റിന് വേണ്ടി നോക്കുമ്പോൾ സ്ലോട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ടിക്കറ്റ് കിട്ടുന്നില്ല നമുക്ക്. അങ്ങനെ ഒരു സാഹചര്യമാണ്. ഞങ്ങളൊരു 5 പേരൊക്കെ ആയിട്ട് ബുക്ക് ചെയ്യാൻ നോക്കി, പക്ഷേ 2 ടിക്കറ്റ് മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. എന്നാലും ഹാപ്പിയാണ്. അപ്പോൾ ആരാണ് വില്ലൻ, ആ ഒരു പോസ്റ്ററിലൊക്കെ വന്നത് ആരാണ് എന്ന വലിയൊരു ആകാംക്ഷയിലായിരിക്കും. അത് തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് വല്ലാത്ത എക്സൈറ്റ്മെൻറ്റും. ആരായിരിക്കും വില്ലൻ എന്നുള്ളതും നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ്. ആരായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. വിജിഷ, ഇപ്പോൾ ഈ ആരാധകരൊക്കെ പറയും പോലെ ഇത്തരത്തിൽ വലിയ ആകാംക്ഷയോടുകൂടി അവർ ഇങ്ങനെ നിമിഷങ്ങൾ എണ്ണിക്കൊണ്ട് ഈ തിയേറ്ററിന് പുറത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ആരാധകൻ പറഞ്ഞതുപോലെ തന്നെ മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ തിയേറ്ററിന് മുന്നിൽ ആരാധകർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഫസ്റ്റ് ഷോ 6 മണിക്കാണ് തുടങ്ങിയതെങ്കിൽ പോലും പുലർച്ചയോടെ, അതായത് രാത്രി 1 മണി 2 മണിക്കൊക്കെ ഈ തിയേറ്ററിൻ്റെ പുറകുവശത്ത്, അതായത് ചുറ്റുമായ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങളും നമുക്ക് ഈ തിയേറ്ററിൽ കാണാൻ വേണ്ടി സാധിച്ചു. അതായത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ DJ പാർട്ടികളടക്കം ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ വലിയ കട്ടൗട്ടുകൾ, ലാലേട്ടൻ്റെ വലിയ കട്ടൗട്ടുകൾ, ഒപ്പം തന്നെ പൃഥ്വിരാജിൻ്റെയും ലാലേട്ടൻ്റെയും വലിയ പോസ്റ്ററുകളൊക്കെ തന്നെ ആ ഒരു തിയേറ്റർ തന്നെ ഈ ഒരു പടത്തിന് വേണ്ടി മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ വലിയ ഒരുക്കങ്ങൾ നടത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. അതേസമയം തന്നെ എറണാകുളം ടൗണിൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത്. ഇത്തരത്തിൽ ഈ വലിയ ആരാധകരുടെ കൂട്ടമുണ്ടാകുമെന്ന നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതിനാൽ തന്നെ സുരക്ഷാ സേനയെ വരെ വിന്യസിപ്പിച്ചുകൊണ്ട്, അതായത് പോലീസിൻ്റെ വലിയ ഒരു നിര തന്നെ എല്ലാ തിയേറ്ററുകളിലും ഉണ്ടായിരുന്നു. ഈ ആരാധകരെ അവരെ നിയന്ത്രിച്ചു നിർത്തുന്നതിന് വേണ്ടി അത്തരത്തിൽ വലിയൊരു നിര തന്നെ ഉണ്ടായിരുന്നു. ഈ കവിതാ തിയേറ്ററിലും അത്തരത്തിൽ തന്നെയായിരുന്നു. ഈ ചലച്ചിത്ര താരങ്ങൾ, അതായത് മോഹൻലാൽ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, അങ്ങനെ എല്ലാവരും കൃത്യം 6 മണിയോടുകൂടി ഇവിടെ എത്തുകയും അവർ ബാൽക്കണിയിൽ അവരുടെ സീറ്റ് ഉറപ്പിക്കുകയുമായിരുന്നു. ആരാധകർ താഴത്തെ നിലയിലുമായിരുന്നു ഈ തിയേറ്ററിൽ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെയായാലും വലിയ പ്രതീക്ഷയോടുകൂടി ആരാധകർ ഈ സിനിമ കാണാൻ വേണ്ടി ഇവിടെ എത്തുന്നു. ആ പ്രതീക്ഷ എന്താണ് ഉണ്ടായിരുന്നത്, അത് തന്നെ അത്തരത്തിലുള്ളൊരു സിനിമ തന്നെയായിരുന്നു എന്ന് ആദ്യ പകുതിയോടുകൂടി തന്നെ ആരാധകർ പ്രതികരണം നൽകിയിരിക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം, അതായത് 25 മിനിറ്റ് കൂടി മാത്രമേ ഈ ഒരു സിനിമ ആദ്യ ഷോ തീരാൻ ബാക്കിയുള്ളൂ. അതിനുശേഷം നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ ലഭിക്കും. എന്തു തന്നെയായാലും പ്രതീക്ഷിച്ച ആ ഒരു നിലവാരത്തിലേക്ക് സിനിമ എത്തിയിട്ടുണ്ട് എന്നാണ് ആരാധകരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ആദ്യ പകുതിയിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ട്. വിജിഷ. യെസ് അമല, ആ രീതിയിൽ തന്നെയാണ്. ആ ആകാംക്ഷ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. എന്നാൽ ആരായിരിക്കും സന്തോഷ വില്ലൻ?
എന്തായാലും അത് ഒരു കേരളം മാത്രമല്ല അല്ലേ, എല്ലാ തരം ഒരു ലോകം മുഴുവൻ കാത്തു നിൽക്കുന്ന ഒരു സസ്പെൻസ് ആയി പോയി. ഇതുവരെയും ഇത്തരത്തിലുള്ള ഒരു കാത്തിരിപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അമലെ മറ്റൊരു കാര്യം, ഈ നമ്മളിപ്പോൾ ടിക്കറ്റ് കിട്ടി സിനിമ കാണാൻ കാത്തിരിക്കുന്നവരുടെ സന്തോഷമാണ് കണ്ടത്. ടിക്കറ്റ് കിട്ടാത്ത ലക്ഷക്കണക്കിന് ആളുകൾ പുറത്ത് കാത്തിരിക്കുന്നുണ്ട്, അവർക്ക് സങ്കടമുണ്ട്. വിനിഷ, ഒരു കാര്യം കൂടി പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വരികയാണ്, കൈരളിയുടെ റിപ്പോർട്ടറല്ലേ എന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ സിനിമക്ക് ടിക്കറ്റ് എന്തെങ്കിലും കൈരളിക്ക് ടിക്കറ്റ് എടുത്തു തരാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. നെറ്റിൽ നിന്നൊക്കെ നമ്പർ എടുത്തിട്ടാണെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ ഞാൻ പറയാണ്, എനിക്ക് ടിക്കറ്റ് കിട്ടാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്നതാണ്. അമലേനോ അങ്ങനെയുള്ള കോളുകളൊക്കെ വന്നിട്ടുണ്ടോ? അമലിന് ടിക്കറ്റ് കിട്ടിയോ സിനിമ കാണാൻ? അമലെ, ഇല്ല, ആ ഒരു നിരാശ തന്നെയാണ് നിലവിലുള്ളത്. അതായത് നമുക്ക് ഇത്രയും വലിയൊരു സിനിമ ആദ്യ ഷോ തന്നെ റിപ്പോർട്ട് ചെയ്യാനൊരു അവസരം കിട്ടി, പക്ഷേ ആ ഷോ കാണാൻ വേണ്ടി സാധിച്ചില്ല എന്ന വലിയൊരു നിരാശ തന്നെയാണ്. ഇപ്പോൾ പ്രതികരിച്ചവരൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ടിക്കറ്റ് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനിയൊരു 3 ദിവസത്തേക്ക് ആ ഭാഗത്തേക്ക് നോക്കേണ്ട കാര്യമേ ഇല്ല. 3-4 ദിവസത്തേക്കുള്ള ടിക്കറ്റുകളൊക്കെ തന്നെ ഫുള്ളായിരിക്കുന്ന ഒരു സാഹചര്യം. ആദ്യ സമയങ്ങളിൽ തന്നെ, അതായത് പ്രീ ബുക്കിംഗ് സമയങ്ങളിൽ തന്നെ വലിയ രീതിയിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ച ഒരു സിനിമ തന്നെയാണ്. അതായത് സാധാരണ സിനിമകളൊക്കെ തിയേറ്ററിലേക്ക് എത്തുന്നു, റെക്കോർഡുകളിലേക്ക് എത്തുന്നു, ആ രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സിനിമ പ്രീ ബുക്കിംഗ് സമയങ്ങളിൽ തന്നെ അത്തരത്തിൽ വലിയ രീതിയിലുള്ള റെക്കോർഡുകൾ സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ആ ഒരു അവസരത്തിൽ അത്രയും വലിയ സന്തോഷമുണ്ടെങ്കിൽ പോലും ആ ഒരു അവസരത്തിൽ ഒരു നിരാശ എന്ന് പറയുന്നത്, നമുക്ക് ആദ്യ ഷോകളൊന്നും കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായില്ല, അല്ലെങ്കിൽ ആ ഒരു ടിക്കറ്റ് ലഭിച്ചില്ല എന്ന് തന്നെയാണ്. പക്ഷേ ആ ഒരു ഷോ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതിൽ വലിയ ഒരു സന്തോഷം കൂടിയുണ്ട്. ഇപ്പോൾ ഈ കവിതാ തിയേറ്ററിൽ ഏകദേശം 1200ഓളം സീറ്റുകളാണുള്ളത്. ആ സീറ്റുകളൊക്കെ തന്നെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ ഫില്ലാവുന്ന ഒരു കാഴ്ച തന്നെയാണ്. പിന്നീട് രണ്ടാമത്തെ ഷോക്കും ഇതാ ഇപ്പോൾ നിലവിലിവിടെ തിയേറ്ററിൻ്റെ മുൻവശം മുഴുവൻ ഓരോ നിമിഷത്തിലും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആരാധകർ, അല്ലെങ്കിൽ ഇത് കാണാൻ വേണ്ടി, സിനിമ കാണാൻ വേണ്ടിയുള്ളവർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് കവിതാ തിയേറ്റർ എറണാകുളത്തെ മറ്റ് തിയേറ്ററുകളിലെ സാഹചര്യം ഇത് തന്നെയാണ്. വലിയ തിരക്ക് തന്നെയാണ് തിയേറ്ററിൽ ഈ നിലവിൽ ഉള്ളത്. തിയേറ്ററിലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ പല റോഡുകളും ബ്ലോക്കായി നിൽക്കുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. പക്ഷേ അത്തരത്തിൽ ഗതാഗത കുരുക്കൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ആരാധകരെ ഒക്കെ തന്നെ നിയന്ത്രിക്കുന്നുണ്ട്. അത്തരത്തിൽ ആരാധകരുടെ ഒരു ഒഴുക്ക് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓൾ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി എത്തുന്ന ഒരു സിനിമയാണ്. അത് പ്രൊമോഷൻ വർക്കുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചെന്നൈ, ഹൈദരാബാദ്, അങ്ങനെ ഇന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിലായി വലിയ രീതിയിലുള്ള പ്രൊമോഷൻ വർക്കുകളാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ ഒരു കോംബോ, അതായത് പൃഥ്വിരാജ്, മോഹൻലാൽ എന്ന ആ ഒരു കോംബോയിലുള്ള ഒരു വിശ്വാസം, ലൂസിഫർ എന്ന ആ ഒരു സിനിമ നൽകിയ ഒരു വിശ്വാസം, ഈ ഒരു പരമ്പരയിൽ 3 സിനിമകളാണ്, അതിൽ ഏറ്റവും ആദ്യം ലൂസിഫർ, അത് വലിയ ഒരു വിജയമാവുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി സാധിച്ചു. അതിനപ്പുറത്തേക്കൊരു വിജയമായി നമുക്ക് ഈ എമ്പുരാൻ മാറും എന്ന അത് ഒരു ഉറപ്പ് കൂടിയുണ്ട്. ആ ഉറപ്പോടുകൂടിയാണ് ഇവിടെ ആരാധകർ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഉറപ്പ് അതേപോലെ നിലനിർത്താൻ വേണ്ടി സാധിച്ചു എന്ന ഇത് നമുക്ക് ആദ്യ പകുതിയിൽ നിന്നും ലഭിച്ച പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ഇനി ഈ ഒരു പടം കഴിഞ്ഞ ആരാധകർ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ ലഭിക്കും. അതോടുകൂടി എന്താണ് ഈ പടം നമുക്ക് തന്ന ആ ഒരു ഫീൽ എന്നത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ പല ആകാംക്ഷ അല്ലെങ്കിൽ മാജിക്കുകൾ ഈ പടത്തിലുണ്ട്. ആ മാജിക്കുകളൊക്കെ അതേപോലെ തന്നെ നിൽക്കട്ടെ എന്നാണ് നിലവിൽ പറയാനുള്ളത്. അതായത് ആരും തന്നെ അത് കണ്ടവരാരും തന്നെ അത് പുറത്തുവിടാതെ ഇനി കാണാനുള്ളവർക്ക് ആ ഒരു ആകാംക്ഷയോട് തന്നെ കാണാനുള്ള ഒരു അവസരം കൂടി ഒരുക്കട്ടെ. ഇത് ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാലമായതിനാൽ തന്നെ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു പടത്തിൻ്റെ പല മാജിക്കുകളും പുറത്തു പോകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ആ രീതിയിൽ തന്നെ രഹസ്യമായി തന്നെ നിൽക്കട്ടെ. കാണുന്നവർക്ക് ആ ഒരു സമയം മാത്രം അതിൻ്റെ രഹസ്യങ്ങൾ, അതിൻ്റെ മാജിക്കുകൾ മനസ്സിലാകട്ടെ. അത്തരത്തിലുള്ള നല്ല പ്രതികരണങ്ങൾ തന്നെ പുറത്തു വരട്ടെ എന്നതും കൂടി ഇതിലൂടെ പറയാനുണ്ട്. വലിയ തിരക്ക് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പടത്തിൻ്റെ ഭാഗമായി കവിതാ തിയേറ്ററിൽ ഉള്ളത്. എറണാകുളത്തെ എല്ലാ തിയേറ്ററുകളും ഇതേ ഒരു സാഹചര്യം തന്നെയാണ്.